ഹലോ ഗായ്സ്, ഇന്നാണ് ആ സ്പെഷ്യൽ ഡേ. എൻ്റെ വലിയ മോളുടെ കല്യാണം. ചേച്ചി കൊണ്ടുവന്ന വണ്ടി ഈ ഒരു റെഡ് ജീപ്പായിരുന്നു. ഞങ്ങളാണ് അതിൻ്റെ മുമ്പിൽ പോയി 2-3 ഫോട്ടോസൊക്കെ കാച്ചുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കിടിലൻ വണ്ടിയായിരുന്നു. നമ്മുടെ ചേച്ചിയുടെ ലുക്കായിരുന്നു കേട്ടോ ഈ ഇത്. പിന്നെ ഞാൻ അവിടെ പോയി ഫോട്ടോസൊക്കെ എടുത്തു. വീട്ടിൻ്റെ മുമ്പിൽ വെച്ചെടുത്തായിരുന്നത്. ഞങ്ങളാണെങ്കിൽ ഏതൻ ഗാർഡൻസിൽ എത്തിയപ്പോഴത്തേക്ക് ഞങ്ങളാണ് ഫസ്റ്റ് എത്തിയത്. അതിന് ശേഷമാണ് ബാക്കിയുള്ള വണ്ടികളെല്ലാം വന്നത്. ഇതാണ് നമ്മുടെ ജീപ്പ്. ഇതിലാണ് കല്യാണപ്പെണ്ണുള്ളത്. ഇതാണ് ഇങ്ങനെ ചരിച്ച് സെറ്റാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളാണ് ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്നാണ് ഞാൻ കരുതി. ക്യാമറമാന്മാരാണ് ഒന്നും സമ്മതിക്കുന്നില്ലായിരുന്നു. കാരണം ഇവിടെ എല്ലാം നിന്നങ്ങ് എടുക്കുമായിരുന്നു ചറപറാന്ന്. ഞാനാണ് അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഊർന്ന് കയറിയിട്ട് അവിടുന്ന് ഇവിടെ നോക്കുക കുറച്ച് ക്ലിപ്സൊക്കെ എടുത്ത് വെക്കുമായിരുന്നു. നമ്മൾ മണ്ഡപം ഇതാണ് നമ്മുടെ മണ്ഡപം. ഇവരുടെ ഈ മാല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താമരയൊക്കെ വെച്ചിട്ടുള്ള ഒരു കിടിലൻ പൂമാലയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ല. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ചേച്ചി ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു. അതിൻ്റെ ഒരു ഇത് ഉണ്ടായിരുന്നു. എനിക്ക് അവിടെ പോയപ്പോഴത്തേക്ക് ഫ്രണ്ട്സിനൊക്കെ കിട്ടി. പിന്നെ ഞാൻ അവരുടെ കൂടെ കളിച്ചുകൊണ്ട് കിടന്നു. പകുതി മുക്കാലും വീഡിയോസ് എടുത്ത ചേച്ചിയായിരുന്നു കേട്ടോ. എല്ലാവരും അനുഗ്രഹമൊക്കെ വാങ്ങിക്കുകയാണ്. അപ്പം ഞങ്ങളാണ് ഇടയ്ക്ക് വെച്ച് ചേച്ചിയാണ് ഞങ്ങൾക്ക് ഫോട്ടോസൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. എനിക്കാണ് ഇന്നലത്തെ ഐസ്ക്രീം കഴിച്ചെൻ്റെ തൊണ്ടയും പോയി. എന്താ തൊണ്ട പോയി കഴിച്ച് എൻ്റെ ശബ്ദം മാറി. അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്താ പറയുക, എനിക്കെന്ത് പറയണമെന്നറിയത്തില്ല സീരിയസ്ലി. ഞാനാണെങ്കിലുണ്ടല്ലോ പൂ കിട്ടിയപ്പം എറിയുമായിരുന്നു ആ ചേച്ചിയുടെ ദേഹത്തോട്ട്, ചേച്ചിയുടെയും ചേട്ടൻ്റെ ദേഹത്തോട്ട് എറിയുമായിരുന്നു. ബൈ ദ വേ ഗൈസ്, നമ്മുടെ ചെറുക്കൻ്റെ പേര് അതുൽ എന്നാണ്, പെണ്ണിൻ്റെ പേര് സുമി എന്നുമാണ്. നമ്മുടെ ഈ സുമിയും അതുലും ഇവിടെ വിവാഹിതരായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കിടക്കാറുണ്ട്. ഞാനാണ് ഉണ്ടോ നല്ല രസമില്ല അവരുടെ മാല കാണാൻ, പൂമാല. ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ചേച്ചിയുടെ ഹെയർ സ്റ്റൈലും എനിക്കിഷ്ടപ്പെട്ടായിരുന്നു. കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഓഡിറ്റോറിയത്തിൽ. കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. കൂടുതലും പേര് അവരവരുടെ വണ്ടിയിലായിരുന്നു വന്നിട്ടുള്ളത്. ബസ്സിൽ ആൾക്കാർ കുറവായിരുന്നു കേട്ടോ. ബസ് 4 ആണോ ഭയങ്കരത്തില്ല, 4-5 ബസ് അങ്ങോട്ട് ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് ഏതൻ ഗാർഡൻസിലോട്ടൊക്കെ. കഴിഞ്ഞ ദിവസവും നമ്മൾ വീഡിയോ ഇട്ടായിരുന്നു ഏതൻ ഗാർഡൻസിൽ ഒരു കല്യാണത്തിന് പോയത്. അപ്പോൾ വീണ്ടും നമ്മൾ അവിടെ തന്നെ വന്നിരിക്കുന്നു. നമ്മുടെ ചേച്ചിയുടെ എൻഗേജ്മെൻറ്റ്. അതാണ് ഈ വലിയ സ്റ്റേജായിരുന്നു കേട്ടോ. സ്റ്റേജിൻ്റെ പുറയിലൊക്കെ സ്ഥലം ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ കിടന്ന് സാറ്റ് കളിയായിരുന്നു. കാരണം നല്ല വലിയ ഓഡിറ്റോറിയമാണ് ഇത്. നല്ല സൗകര്യമൊക്കെ ഉള്ള വലിയ ഓഡിറ്റോറിയമാണ്. അതുകൊണ്ട് തന്നെ ഇതായിരുന്നു. ഞങ്ങളാണ് സീരിയസ്ലി ഒന്നും
എടുക്കാൻ പറ്റുന്നില്ല. ഈ ക്യാമറമാന്മാർ മുമ്പിൽ കയറിയെന്ന് അങ്ങ് ദേഷ്യം വരുമായിരുന്നു. അത് ചേട്ടൻ അങ്ങനെ എപ്പോഴും ചിരിച്ച് അങ്ങനെ നിൽക്കുന്ന ഒരു ടൈപ്പല്ല കേട്ടോ. സാധാരണ മൂഡാണ്, ഒന്ന് സെറ്റാവണം, അങ്ങനൊരു മൈൻഡുള്ള ഒരാളാണ്. പിന്നെ ഞാനാണ് ഇത് താലിപ്പൊലിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഇങ്ങനെ എടുക്കണമെന്നൊന്നും അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് എടുക്കുവാണ് താലിപ്പൊലി. എൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. ഞാനും ചേച്ചിയും പിന്നെ എൻ്റെ കുറച്ച് പേരുണ്ടായിരുന്നു താലിപ്പൊലി എടുക്കാൻ. കല്യാണത്തിനാണ് പിള്ളേർ സെറ്റ് കുറവായിരുന്നു കേട്ടോ. ഞങ്ങൾ അറിയാവുന്ന പിള്ളേർ സെറ്റൊക്കെ സെറ്റായിട്ട് കൂടി അവിടെ ഇവിടെയൊക്കെ കാണാൻ പോയായിരുന്നു. സീരിയസ്ലി ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഇപ്പം തന്നെ ഞാൻ ടയേർഡാണ്. എന്തോ ഭയങ്കര എന്ത് പറയണമെന്ന് ഇപ്പോഴും അറിയത്തില്ല. ഞാനാണ് അതുകൊണ്ടാണ് തപ്പി പറയുന്നത്. പിന്നെ പുടവൊക്കെ കൊടുത്ത് നമ്മൾ കൈയൊക്കെ പിടിച്ച് കൊടുത്തു വെള്ളിച്ചൻ. അവനാണെങ്കിൽ ചേച്ചി 3 സാരി ഉണ്ടായിരുന്നു. ഫസ്റ്റത്തെ ഇതാണ് ഫസ്റ്റിലത്തെ സാരി. പിന്നെ 2 സാരിയും കൂടെ ഉണ്ട്. അത് ഒരെണ്ണം കഴിക്കുന്നതിന് മുമ്പ് എടുക്കാനുള്ളത്, ഒരെണ്ണം വീട്ടിൽ പോകുന്നതിന് മുമ്പ് എടുക്കാനുള്ളത്. അങ്ങനെ ഒരു പണി കിട്ടി. ഞാൻ ക്യാമറയുടെ പുറകിൽ കൈ വെച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ചെറിയ പണിയും കൂടി കിട്ടി. ആരും ദേഷ്യപ്പെടരുത്, ശ്രമിക്കുക. ഞാനാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ നടന്ന് വീഡിയോ എടുപ്പായിരുന്നു. ഞാൻ തന്നെ അറിയുന്നില്ല ഞാൻ വീഡിയോ എടുക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇന്നത്തെ ഒരു നല്ല ദിവസമായിരുന്നു. നല്ല കിടിലൻ ദിവസമായിരുന്നു. ഇതുണ്ട് ഞാൻ എവിടെയൊക്കെയാണ് വീഡിയോ എടുക്കുന്നതെന്ന് എനിക്കറിയില്ല ഗൈസ്. അങ്ങനെ കണ്ടൊക്കെ പോയി. ഞങ്ങളാണെങ്കിൽ അവിടെ വെൽക്കം ഡ്രിങ്ക്സും സ്നാക്സ് ഐറ്റംസ് പോലെ ചെറിയ ബർഗേഴ്സ് ഇല്ലേ, അതും വെൽക്കം ഡ്രിങ്ക്സൊക്കെ ഉണ്ടായിരുന്നു. ഞാനാണ് ഇടയ്ക്കിടയ്ക്ക് പോയി ഓരോന്നിങ്ങനെ എടുത്ത് കഴിക്കുന്നതാണ്. ഈ ക്യാമറമാർ ഫോട്ടോ എടുക്കുന്ന ആൾക്കാർ പോസ് ചെയ്യിപ്പിക്കുമ്പോൾ ഞാനും അതിൻ്റെ ഇടയ്ക്കൂടെ കയറി ഓരോ ഫോട്ടോ ഇങ്ങോട്ട് എടുക്കും. അങ്ങനെ ഓരോന്നായിരുന്നു. ഭയങ്കര സന്തോഷമുണ്ട് ഗൈസ് എനിക്ക്. അതിന് മുമ്പ് ഞങ്ങൾ എല്ലാവരും കൂടെ പിള്ളേർ സെറ്റ് ഉണ്ടോ, ഞങ്ങൾ അറിയാവുന്ന പിള്ളേർ സെറ്റൊക്കെ ഫോട്ടോ എടുത്തു. ഞാനും അവിടെ ഇരുന്ന വലിയ മിററിൻ്റെ മുമ്പിൽ നിന്ന് 2-3 ഫോട്ടോ കാച്ചി എനിക്ക് ആയിരുന്നു. പിന്നെ ബഞ്ഞാറമൂട്ടിൽ നിന്നുള്ള കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെയും ഞങ്ങൾ ഫോട്ടോ എടുത്തു. അവിടെ നിന്നാണ് കണി. എൻ്റെ ചങ്കാണ് ഗൈസ്, ചങ്ക്. ഇതാണ് താരത്തിൻ്റെ ഒരിത്.
ഇവിടെ പിങ്ക് കളറും കൊണ്ട് മൂടിയിരിക്കുന്ന പോലെ ആയിരുന്നു കേട്ടോ. എല്ലായിടത്തും റോസാപ്പൂവായിരുന്നു മിക്ക സ്ഥലത്തും. പിന്നെ അതെ നോക്ക്, ഇതാണ് ചേച്ചിയുടെ രണ്ടാമത്തെ സാരി. സാധാരണ സാരിയല്ല, നല്ല രസമുണ്ടായിരുന്നു. ഇതും എനിക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത് ഇതിൽ മൂന്നാമത്തെ സാരിയാണ്. അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. മൂന്നാമത്തെ സാരിയുടെ ലുക്ക് നല്ല അടിപൊളിയായിരുന്നു. അതേതായിരുന്നു മൂന്നാമത്തെ സാരി? നല്ല ഒരു മഞ്ഞ കളർക്കുള്ളൊരു സാരിയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഞങ്ങളാണ് പോവാണ് ഗൈസ്. ചേച്ചി പോവും. അതിന് മുമ്പ് കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. ഇനി അടുത്ത ദിവസം വീഡിയോ ഉണ്ട്. ഇതായിരുന്നു സദ്യ ചോറ് വിളമ്പുന്നതിന് മുമ്പ് ഒരു ഫോട്ടോ എടുത്ത്, പിന്നെ സദ്യയുടെ ഫോട്ടോ എടുത്തിട്ടേ ഇല്ല. അങ്ങനെ ഗൈസ് നമ്മളെല്ലാവരും വീട്ടിലേക്ക് പിരിയാൻ പോവുകയാണ്. പിന്നെ അടുത്ത ദിവസമുള്ളൊരു പാർട്ടിയുണ്ട്, ചേട്ടൻ്റെ വീട്ടിൽ ഫങ്ഷനുണ്ട്. അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കാം കേട്ടോ. അപ്പം എല്ലാം കൂടെ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇന്ന് തന്നെ രണ്ടും എഡിറ്റ് ചെയ്തങ്ങിട്ട് ഇടാമെന്ന് കരുതിയത്. അങ്ങനെ നമ്മുടെ ചേച്ചി പുതിയൊരു ലൈഫിലേക്ക് കിടന്നു. ഞാൻ എടുത്ത ഫോട്ടോസ് തന്നെ വീണ്ടും ഇടുമായിരുന്നു കേട്ടോ. ഞാനാണ് ഗൈസ്. അങ്ങനെ ഗൈസ് ഫോട്ടോഷൂട്ടും അതും ഇതെല്ലാം കഴിഞ്ഞു. നമ്മൾ പിരിയാൻ പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസത്തെ വീഡിയോ ആയി വീണ്ടും വരാം. ബൈ.